ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ തഷ്കന്ത് കഴിഞ്ഞ് നമ്മൾ സമർക്കന്ദക്ക് പോവാണ്. അപ്പോഴാണ് ഇവിടെ ചെറിയൊരു ഇഷ്യൂ. ട്രെയിൻ സ്റ്റേഷൻ സൗത്ത് അല്ല നോർത്ത് നിന്നൊക്കെ കയറേണ്ടതെന്നും പറഞ്ഞ് പോലീസുകാർ നമുക്കൊരു ടാക്സി ഡ്രൈവർ അറേഞ്ച് ചെയ്ത് തന്നത്. പുള്ളിക്കാരനെ സാധാ വാങ്ങിക്കുന്നതിലും ഡബിളും അല്ല ട്രിപ്പിളും അല്ല. എത്രടാ? 10 രൂപ ഇരട്ടി ഫണ്ടാണ് ചോദിച്ചത്. ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്ത്. കാരണം 10-20 ആവുള്ളൂ. എനിവേ കൊടുക്കാൻ വേറെ വഴിയില്ല, കാരണം ടൈമില്ല. ഏതൊരു പുതിയ സിറ്റിയിലും നാട്ടിൽ പോയാലും നമ്മൾ സ്കാംഡ് ആവണം. അതാണല്ലോ അല്ലേ അതിൻ്റെ ഒരു രീതി. അതിൻ്റെ രീതിയാണ്. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ പോലീസുകാരാണ് ഏറ്റവും വലിയ സ്കാമേഴ്സ്. ഞാൻ കേട്ടിട്ടുണ്ട് കറക്റ്റാണ്, പക്ഷേ ഇത്ര കാരണം പോലീസുകാരൻ അറേഞ്ച് ചെയ്ത് തന്ന ടാക്സിയാണ്. അത് മാത്രമല്ല അവർ പറഞ്ഞത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ക്ലോസ്ഡ്, സൗത്ത് ക്ലോസ്ഡ്. അത് കണ്ടിട്ട് ക്ലോസ്ഡ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഗൂഗിൾ കണ്ടിട്ട് പക്ഷെ അവിടെ ആൾക്കാരൊന്നും കാണുന്നില്ലായിരുന്നു. നമുക്ക് പറ്റുന്ന രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്തു. സംഭവം നമ്മൾ മറ്റേ ട്രിക്ക് ഇറക്കി. ഐ എം മുസ്ലിം, യു ആർ മുസ്ലിം, ഡിസ്കൗണ്ട്. അത് കുവൈത്തിലൊക്കെ വർക്ക് ആയിരിക്കും കേട്ടോ. അതായത് എടാ ഇവർക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മളെ റൂമിൽ നിന്ന് നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ നമുക്ക് 11,000 സോമാണ്. ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ 15 കിലോമീറ്റർ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ 1 ലക്ഷം അവർ പറഞ്ഞു. 10 കിലോമീറ്റർ 1 ലക്ഷം. എന്നിട്ട് അയാളെ കാരണം എന്താ അറിയോ? പെട്രോളാണ് വേണ്ടി. ലിറ്ററിന് $1 അയാളെ വണ്ടി ഏതെങ്കിലും പെട്രോളിന് കത്തി വരെയുള്ള നാട്ടിൽ നിന്ന് നമ്മൾ വരുന്നത്. നമ്മൾ പറയില്ലല്ലോ ഇമാതിരി ന്യായങ്ങളൊക്കെ. മതി, ഇനി അയാളെ കുറ്റം പറഞ്ഞാൽ മതി. സോ ഗൈസ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കയറി. ഞാൻ ഈ സാധനം ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ കുവൈത്തിലെത്തിയ മുതലുണ്ട് ചുണ്ട് ഭയങ്കര റെഡ് ആകുക. പല ആൾക്കാർ ലിപ്സ്റ്റിക് ഇടണമെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത് തണുപ്പ് കെട്ടിയിട്ടാണ്. എനിവേ നമ്മൾ അഫ്രോസിയാബിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ തന്നെയാണ് സ്റ്റേഷൻ. സൗത്ത് എന്ന് പറഞ്ഞത് സൗത്ത് ക്ലോസ്ഡ്. അപ്പോൾ നോർത്തേക്ക് വരേണ്ടി വന്നു. പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ കണ്ടെന്തായിരുന്നു വെച്ചാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ നേരത്തെ വരണം, ഇവിടെ ചെക്കിംഗ് ഉണ്ടാവും. പക്ഷേ നമ്മൾ വന്നപ്പം ജസ്റ്റ് സാധനങ്ങളൊക്കെ മറ്റേ ഈ മെട്രോയിലൊക്കെ കയറുമ്പോൾ ഉണ്ടാകുന്ന സാധനമല്ല, ചെക്ക് ചെയ്യാൻ അതിൻ്റെ അകത്തോട്ട് ഇട്ട് പുറത്തേക്ക് വന്ന് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഡയറക്റ്റ് നേരെ കാണുന്ന പിന്നെ ട്രെയിനാണ്. 2 മിനിറ്റിൻ്റെ പരിപാടി. അങ്ങനെ ഗൈസ്, നമ്മൾ അഫ്രോസിയാബ് ട്രെയിനിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. വിൻഡോ സീറ്റ് പുള്ളി കൊണ്ടുപോയി. അപ്പം ഇതാണ് ഇൻറ്റീരിയർ. തിരിച്ചു കാണിച്ചു തരാം. ട്രെയിൻ കറക്റ്റ് ടൈമിനടുത്ത്. ട്രെയിൻ എടുത്ത് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചായ, കോഫി, പിന്നെ ഒരു പാക്കേജ് വേണ്ടിയിട്ട് ഒരു വേഫർ. ട്രെയിനിൻ്റെ അകത്ത് ടി വിയിൽ ആഡ് ഉണ്ടാകുന്നത് മൊത്തം ടി വി കാണിക്കുന്നത് മൊത്തം ഇന്ത്യൻ ഷോ ആണ്. ബോളിവുഡ് എന്നുള്ള പേരുള്ള നമ്മൾ ട്രെയിന് സമർക്കന്ദിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ട്രെയിനിൽ നല്ല വൈബുള്ളത് കൊണ്ട് തന്നെ അടുത്ത വയസ്സമായിരുന്നു, അതുകൊണ്ട് നന്നായി ഉറങ്ങി. ഇവിടുന്ന് കുറേ പേര് ഇറങ്ങി വന്നപ്പോൾ തന്നെ ടാക്സി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇനി ടാക്സി കയറുന്ന പരിപാടിയില്ല. ഒരു ടാക്സി കയറിന് ക്ഷീണം മാറിയിട്ടില്ല. യാൻഡിക്സ് ആപ്പ് കൂടി എടുക്കുന്നത് കൊണ്ട് തന്നെ കുറേ പൈസ നമ്മൾ ലാഭിച്ചിരുന്നു. അതിൻ്റെ ഒക്കെ ലാസ്റ്റ് ദിവസം കൊണ്ടേ കളഞ്ഞ്. പക്ഷെ പൈസ പോയതിൻ്റെതല്ല, പക്ഷേ നമ്മളതിൽ പെട്ടുപോയി എന്നുള്ള അതിൻ്റെ ഒരു വിഷമം. ഇതൊന്നും സംഭവിക്കാതെ ഞങ്ങൾക്കൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നായിരുന്നു. ബട്ട് സംഭവിക്കുമ്പോൾ നമുക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. എനിവേ, ഗോഡ്സ് പ്ലാൻ. ഫസ്റ്റ് ഇംപ്രഷൻ ആണ് സമർക്കന്ത് കേൾക്കാം. നമ്മൾ തഷ്കന്തിൽ കണ്ട പോലത്തെ ഒരു കുറച്ചുകൂടി ലോക്കലായിട്ടുള്ള ആൾക്കാരാണ്. തഷ്കന്തിൽ നമ്മൾ മാർക്കറ്റിൽ കണ്ട അങ്ങനത്തെ ആൾക്കാർ. അതായത് ഇവിടുത്തെ ആൾക്കാർ നമുക്ക് അങ്ങോട്ട് ഇതൊരുമാതിരി ഒരു ഉൾഗ്രാമം പോലെ. ഒരു ഉൾഗ്രാമം പോലെ, സിറ്റി അല്ല. വണ്ടി വരെ എന്തായാലും കുറച്ച് സമയമുണ്ട്. വണ്ടി നോക്കി ഗൈസ്. നമ്മൾ സമർക്കന്ദിലത്തെ ഫസ്റ്റ് യാൻഡിക്സ് ക്യാബ് കയറിക്കിന് നമുക്ക് വില അത്ര മുത്ത് വരുന്ന ഏകദേശം 13,000. 12-13 സോമ്. 12-13,000 സോമ്. പക്ഷേ മറ്റേ പുള്ളിക്കാരൻ നേരത്തെ വാങ്ങിച്ച് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിച്ചത് 1 ലക്ഷമാണ്. 1 ലക്ഷം എന്ന് പറയുമ്പോൾ 500-550 രൂപയുടെ അടുത്ത് വരും. എന്നാലും പറ്റിക്കുന്നതിനുള്ളൊരു മാന്യത. ഇവിടുത്തെ കണക്കിൽ അത് ഭയങ്കര വലുതാണ്. കാരണം സാധാ ഇവിടെ ടാക്സിക്കുള്ള വില എന്ന് പറഞ്ഞത് കൂടിപ്പോയാൽ 30,000 ഒക്കെ. അത്രയും വലിയ തട്ടിപ്പാണ്. ഇവിടുത്തെ റോഡൊന്നും ടാറ് കിട്ടില്ല. പക്ഷേ ഇവിടെ മറ്റേ സാധനമുണ്ട്, ട്രാമ്പ് എന്ന് പറയുന്നത്. ആ ട്രെയിൻ പോലത്തെ മെല്ലെ പോകുന്നു. അപ്പോൾ അതിൻ്റെ പാതയിൽ കൂടിയാണ് നമ്മുടെ ഡ്രൈവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പുള്ളി ടാക്സിയിൽ വെച്ച പാട്ടിൽ ഇവരുടെ രാജ്യത്തിൻ്റെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ മുമ്പ് കയറിയ ടാക്സിയിലൊക്കെ വേറെ പാട്ടിലൊക്കെ രാജ്യത്തിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. നമ്മളെ നാട്ടിൽ അങ്ങനത്തെ പാട്ടിൽ ഞാൻ കേട്ടിട്ടില്ല. ദേശസ്നേഹഗാനങ്ങളല്ലാണ്ട് എനിക്കൊണ്ട് ഇവിടെ ഓരോ മ്യൂസിക്കിലൊക്കെ പേര് യൂസ് ചെയ്യും. അത് ഇവിടുത്തെ ഒരു ഇതായിരിക്കാം, കൾച്ചറിൻ്റെ ഭാഗമായിരിക്കാം. ഇവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇങ്ങോട്ട് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിലാക്കി തരും. പക്ഷേ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഓരോ ഭാഷയിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വായിക്കില്ല, എഴുതി കാണിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ എഴുതി കാണിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വായിക്കണം. നമ്മൾ വായിച്ചു നോക്കി ഒരു ആക്സൻ്റൊക്കെ ഇട്ടെങ്കിൽ വർക്കായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പേരെന്താണെന്ന് ചോദിക്കാൻ പോകുന്നത്. ഇസ്മിങ് നിമ മെഹ്റോജ്. ഓക്കെ, വർക്ക് ചെയ്ത് ഗൈസ്. നമ്മളിവിടെ ടാക്സി ഇറങ്ങി പുറത്തു നിന്നപ്പം തന്നെ ഒരു പുള്ളി
ഓപ്റ്റിമസ് എന്ന് പറയുന്ന സ്റ്റേയിലേക്ക് വന്നാണോ എന്ന് ചോദിച്ചു ഞാൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മളിത് ഗൂഗിൾ റിവ്യൂ നോക്കി വന്നതാണ്. ഭയങ്കര റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു ഹോം സ്റ്റേ പോലത്തെ സംഭവം. പോയി നോക്കാം. ഓ വെറുതെ നിന്ന് ഞാൻ നമ്മളെ ഒന്ന് സഹായിച്ചു പോയതാ. കൊള്ളാം. ഫാമിലി ഗസ്റ്റ് ഹൗസ്. ബസ് സീനാവോ? ഒരു പെണ്ണെട്ടി കൊണ്ടുവരണോ ഇനി? ആ മുട്ടിയോക്ക് കോളേടാ. കോളേ നമ്പറിൻ്റെ അതാ കണ്ടന്റ് 18+ ആക്കണം. R-rated ആക്കണേ. ഇത്ര വിളിക്കരുത്. ആ സൈഡിൽ ചെറിയൊരു കോളിംഗ് ബെൽ ഉണ്ടായിരുന്നു. അത് നെക്കി ആരെങ്കിലും വരുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. സോ ഗൈസ് നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉപ്പാപ്പ വന്ന് നമ്മളകത്ത് കയറ്റി. പുള്ളിക്ക് നല്ലോണം ഇംഗ്ലീഷൊക്കെ അറിയാം കേട്ടോ. ഓക്കെ നമ്മൾ ഇന്ത്യക്കാരാണ്. ഷൂട്ട് കയറിയാലേ ഉമ്മ ചവിട്ടിക്കൊല്ലും. You photo it without any map, everything. You can easily, you economize your time and money. You start with the Gramir Muslim, next 500, 600 meters. Okay, so all are in walkable. So we can walk. We start with this in this order. You start with it. Okay. It's from my 30 years experience. Okay. And here 3 places where the best quality but price is low. Restaurants. ആ ഉപ്പാപ്പ ഒരു രക്ഷയില്ല. നമ്മൾ ഗൂഗിൾ റിവ്യൂലുള്ളത് പോലെ തന്നെ പുള്ളിയെ കുറിച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് കേട്ട്. ലാംഗ്വേജും ഇംഗ്ലീഷ് പക്കാണ്. അപ്പം എന്തൊക്കെ ചെയ്യണം, എവിടെ നിന്നൊക്കെ കഴിക്കണം, എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞാണ്. ഇപ്പം നമ്മളെ പാസ്പോർട്ടായിട്ട് ഇവിടെ സെറ്റാക്കാൻ വേണ്ടി പോയതാണ്. ഇതാട്ടോ സ്റ്റേ. നമുക്ക് വേണ്ടി പുള്ളിക്ക് 75 വയസ്സായിട്ടോ. അപ്പോൾ ഇതൊക്കെ കസ്റ്റമായിട്ട് പ്രിപ്പയർ വെച്ചാൽ മൂപ്പർ എക്സ്പീരിയൻസിൽ നിന്ന് നല്ല റൂം കിട്ടോ. ഡീസൻറ്റ് 3 ആക്കുള്ള റൂം. കൊള്ളാം. കിബില തന്നെ നേരെ ആയിരിക്കും ഫോട്ടോ. റൂമും ഉപ്പാപ്പയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ബാത്റൂമിൽ ചെറിയൊരു ഡ്രോബാക്ക്. കാരണം എന്താ ബംഗണില്ല. ഇവിടെ കേൾക്കണമെങ്കിൽ ഇതാ ഒരു കൊളാമ്പി പോലത്തെ സാധനമുണ്ട്. അത് ഉപയോഗിച്ചെങ്കിൽ കേൾക്കേണ്ടി വരും. ബട്ട് നമ്മൾ അതിനെ മറികടക്കാൻ പുള്ളി ഉപയോഗിക്കും. വലിച്ചോക്കെ എവിടെ വരെ എത്തും? വലിച്ചാലും എത്തേക്കും. അവിടെ വരെ എത്തും. സിമ്പിളായി എത്തും. ഇനി ഇതിന്റെ പർപ്പസ് മാറി. അതാ നോക്കണം. ഇവിടെ ഉണ്ടല്ലോ ഈ സാധനമല്ല. Stays each time 2.5 months. Twice we played in Europe. First place. We have been in 8 countries. Wow. Yeah. This is world champion Karpov. You heard Kasparov? She is United States woman champion. My granddaughter played with her. Was pro. Wow. Good. Let's go. In chess, I only know Karl Marx. You play chess? I know Karl Marx from Russia. The only guy. We play chess, but not so good. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പുലാവ് കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് കാണിച്ചതാന്ന് പറഞ്ഞ് നമ്മളും കൂടെ കൂട്ടിയാണ്. Have a look. You see car? 2 cars stay like this. Over there restaurant, pillar. Yeah. Sometimes I don't know why, but they must work. Car. If they not work, but the best pillar here. Yeah, even I'm sure. Okay. Bon appetit. Yeah. Thank you. Assalamu alaikum. വലൈക്കും സലാം. സലാം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് സലാം തന്നെ പറയാം. വലൈക്കും സലാം ഇല്ല. അത് കിട്ടിയത്. ഓക്കെ. പക്ഷേ നമ്മളിവിടെ ആരടുത്ത് സലാം പറയുമ്പോൾ അവർ തിരിച്ചും സലാം അലൈക്കും തന്നെ പറയുന്നത്. വലൈക്കും സലാം ആരും പറയുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇവിടെ. പുള്ളി പറഞ്ഞ പുലാവിടെ കടയിലെത്തിയിട്ട് അകത്ത് കയറി ഓർഡർ ചെയ്തിട്ട് കാണിച്ചില്ല. അതായത് നമ്മൾ അകത്ത് വന്നിരുന്ന് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഹോട്ടലിൻ്റെ പേര് ഹോട്ടലാണ്. ആരെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓർഡറൊന്നും ചെയ്തില്ലല്ലോ. ഓർഡർ ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ എത്തി. നമ്മൾ ഓർഡറൊന്നും കൊടുത്തിട്ടില്ല. ഇതിവിടെ വന്ന് ഡിപ്പ് ചെയ്യാനുള്ളത് എടുക്കണം. ഇത് സംഭവം. ഇത് നമുക്ക് ഇഷ്ടമുള്ള സാലഡ് ചൂസ് ചെയ്യാമായിരുന്നു. അതാണ് സംഭവം. കോംപ്ലിമെൻ്ററി ആണെന്നല്ല ഞാൻ കരുതി ഇത് ഓർഡർ ചെയ്യാണ്ട് ഇങ്ങനോട് വന്നത്. കയറി വന്ന കണ്ടല്ലോ. സോ ഗൈസ് റൈസിൻ്റെ പോർഷൻ ഇതാ ഇത്രേ വരും. കൂടെ ഞാനുള്ളതും കൊണ്ട് ഈ റൊട്ടി പോലത്തെ സാധനം ഉള്ളതുകൊണ്ട് വയറ് നിറയും. ചെറിയ ഇതെന്താ കാടമുട്ട പോലത്തെ ഒരു സാധനം. ഇത് പിന്നെ ഇത് ചിക്കനാ. കഴിച്ചോട്ടെ. ചോദിക്കണോ ഇതിനോട്? ഇറച്ചി
അങ്ങനെയല്ല, കുതിരാണോ ബീഫാണോ മട്ടനാണോ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല ഓയിലിയാണ്, നല്ല എണ്ണ ഉണ്ട്. ബാക്കിയൊക്കെ അടിപൊളി. ഇറച്ചിൻ്റെ ഓയിലായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ എസെൻസിന് വേണ്ടി ഇടുന്നതായിരിക്കാം. സോ ഗൈസ്, നമ്മൾ പുലാവ് കഴിച്ച് ഇറങ്ങി. ഏകദേശം 9010. അതെത്ര വായിക്കുക? 90 90,000. മലയാളത്തിൽ എങ്ങനെ വായിക്കുക? അത് 9 ലക്ഷം 9 ലക്ഷം അല്ലടാ പൊട്ട. 90 നമ്മൾ 1 ലക്ഷത്തിൻ്റെ നോട്ടാണ് കൊടുത്തത്. 90,100 രൂപ ആയി. 2 പുലാവും പിന്നെ 4-5 കഷ്ണം വത്തക്കയും ബ്രെഡും. ഞങ്ങളെഴുതിയ കോംപ്ലിമെൻ്ററിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് നമ്മൾ എന്തായാലും അവിടെ പോയി കഴിക്കണം. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം അതെല്ലാവരും ടേബിളും കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പുലാവ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പുലാവ് പോലെ ഒന്നല്ല, ഭയങ്കര വെറൈറ്റി സാധനമാണ്. ഇതാണ് ഒറിജിനൽ സാധനം. ഒറിജിനൽ ആണെന്നുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു ഹോണസ്റ്റ് റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടേസ്റ്റ് ബെഡുമായിട്ട് നമ്മളതല്ല ഇവൻ്റെ ഓനക്ക് ഇഷ്ടപ്പെട്ടുമല്ലോ. ഓൻ പക്ഷേ 10-ൽ 5 മാർക്ക് കൊടുത്ത്, ഞാൻ 10-ൽ 4 മാർക്കാണ്. 10-ൽ 5 അല്ലാതെ പിന്നെ എത്ര കൊടുക്കണം? ഇതിന് അടിപൊളി ഫുഡ് വേറെ എന്തൊക്കെ ഉണ്ട്? ശരിയാ. ചോറ് സീനില്ല, റൈസ്. പക്ഷേ മറ്റേ അതിൻ്റെ കൂടെ ഒരു മഞ്ഞ സാധനമല്ലേ, എന്താ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. ആ സാധനം കുറേ ഉണ്ട്. 1-2 കഷ്ണം ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് ചോറിനങ്ങ് ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റാണ് അറിയുന്നത്, ചോറിൻ്റെ ടേസ്റ്റ് അല്ല. അങ്ങനെ കഴിച്ച് നമ്മൾ അമൃതമോർ മസീലത്തിലെത്തിയിട്ടുണ്ട്. ഒരുപാട് ചരിത്രമുള്ള സ്ഥലമാണ്. പക്ഷേ എൻ്റെ ചരിത്രം എന്താ സത്യം പറയാലോ അറിയില്ല. ടൂർ ഗൈഡൊക്കെ ആയിട്ട് വന്നാലും അവർ പറഞ്ഞുതരും. പക്ഷേ ഇവിടെയുള്ളൊന്നും ഇംഗ്ലീഷ് അല്ല, ഒക്കെ റഷ്യനാണ്. അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു സോവനർ ഷോപ്പ് കയറിയതാണ്. പോരാ യോസ് ഇസ് ബെറ്റർ. അയാൾ ഇത് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമല്ലേ? മൂട് പോയി. ആർക്കും കളിക്കാൻ പറ്റില്ല. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചതിനെ മൊത്തം. ദഫ ലൈക്ക് ദഫ്. നാട്ടിലുള്ള ചെണ്ടക്കൊട്ട്. അത്യാവശ്യത്തിന് സാധനമുണ്ട് ഇവിടെ. നമ്മളിപ്പം ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളും പിന്നെ ഇവിടുത്തെ ഒരു തൊപ്പി വാങ്ങിക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. സോ ഞാൻ തൊപ്പി ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ തൊപ്പി എന്തായാലും കൊണ്ടുപോകും. ഇങ്ങനെ എന്തെങ്കിലും ഒരു മാഗ്നറ്റും ഒരു തൊപ്പിയും. ഡ്രസ്സ് വില കുറവാണെങ്കിൽ ഞാൻ ഡ്രസ്സ് വാങ്ങിക്കും. ഈ സാധനം മുത്തുന്നർ ഗുമാരോ ഹബീബ് കൊള്ളാം കേട്ടോ. ഇതൊരെണ്ണം കൊണ്ടുപോയി കേട്ടോ. എന്നിട്ട് ഇതെങ്ങനെ ബാഗ് മുടി വളർത്തിയെന്ന് അറിയാനാ? ബ്ലാക്ക് കിട്ടോ? ഓ, ഇത് ആനിമയിലുള്ള ക്യാരക്ടർ പോലെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു സേ ചിറായ. അൽഹംദുലില്ലാ. You have black? No, black is tall. For style. No, it's also for winter also nice. It's warm. ഓക്കെ, അവർ പറയുന്നത് ഇത് Medical. തലവേദന മൈഗ്രെയിൻ ഒക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ തണുപ്പുള്ളതിരിക്കാനും പിന്നെ വേണമെങ്കിൽ ആനിമയ്ക്ക് കോസ്പ്ലേക്കും യൂസ് ചെയ്യാം. അതെ, കോസ്പ്ലേക്ക് യൂസ് ചെയ്യാം. ഇത് ഒറിജിനൽ ബോൾ? Yeah, original chicken. This is baby wool. നമ്മുടെ സോവനിയർ ഇവിടെ ഉണ്ട്. ആർ പ്ലേസ്. ഇവിടെ എത്രയൊക്കെ വെക്കുന്നത്? നമ്മള് സോവനിയർ തപ്പിയപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടിയതാ. How much? This is not. Not for sale? It's you? This is not me. Not you? I know you. No, it was here. Maybe. It was here. One maybe girls here take it for. നമ്മളൊരു 2,40,000 സോമിനുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചത് ഇതുപോലെ തരണം വാങ്ങിച്ച് രജിസ്ഥാൻ സ്ക്വയർ എന്ന് എഴുതിയ അതുപോലെ തന്നെ ഇതുപോലത്തെ 2 വാങ്ങിച്ച് പിന്നെ 2 തസ്ബീഹ് എടുത്ത് പിന്നെ ഒരു തൊപ്പി എടുത്ത്. ഇതിൻ്റെ അകത്ത് കയറി എങ്ങനെ ആയിരിക്കും കേട്ടോ. അടിപൊളി ഇൻറ്റീരിയർ. കുറേ ആൾക്കാർ ദുആയൊക്കെ ചെയ്യുന്നുണ്ട് സൈഡിൽ നിന്നിട്ട്. അപ്പോൾ ഇതന്നെ ആയിരിക്കും കണ്ടത്. ഇവിടുത്തെ ചരിത്രത്തിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ഈ സാധനം സ്കാൻ ചെയ്താൽ, ഇവരുടെ ആപ്പ് സ്കാൻ ചെയ്താൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയും. ഓഗ്മെന്റഡ് റിയാലിറ്റിയാണ് മൊത്തം പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. കാരണം നമ്മളിവിടെ ടൂർ ഗൈഡോ ആരുമില്ല. മാത്രമല്ല ഇതിനെക്കുറിച്ച് ഗൂഗിളിലും വല്ലാണ്ട് റിസർച്ച് ചെയ്തിട്ടില്ല. പക്ഷേ പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടുന്ന് ഇവിടുന്ന് ആയിട്ട്, മദ്രസും സ്കൂളിൽ നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ ആ അറിവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്ന് ഞാൻ
നമുക്ക് ഇവിടുത്തെ ചരിത്രമൊക്കെ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ മുഗൾ എംപയറായിട്ടുള്ള ബാബറിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഇവിടെയുള്ള ആമിർ തിമൂർ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞത് ആംഗ്യ ഭാഷയിലാണ് പറഞ്ഞ ഭാഷയെല്ലാം മനസ്സിലായിട്ടുണ്ട് അല്ലേ? റഹ്മത്ത്. ഓക്കെ. ഈ ആമിർ തിമൂർ എന്ന് പറയുന്ന ആളുടെ ഖബർ ഇതിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ ഇൻസൈഡ് ഖബർ Amir Timur sister ustaz അപ്പോൾ അങ്ങനെയാണ് മച്ചാൻ വിളിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇയാൾ കടക്കാണ് അതിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ്. നമ്മൾ നേരത്തെ കയറിയ പോലത്തെ ഒരു കട. ഇതാണ് അമീർ തിമൂർ. Babur Mirza Ulug'bek Gandhi Mahatma Gandhi India Charlie Chaplin പിന്നെ ആരാടാ? ചെഗ്വേർ അല്ലേ? അതെ, ചെഗ്വേർ ഉണ്ട്. എല്ലാരും ഉണ്ട്. ഇതൊക്കെ അമീർ തിമൂർ അല്ലേ? Amir Timur നല്ല മാസ് ലുക്ക്. സോ നമുക്ക് നേരത്തെ ആ ചരിത്രമൊക്കെ പറഞ്ഞ പുള്ളി നമ്മളെപ്പോഴും കൂടിയിട്ടുണ്ട്. പുള്ളിക്ക് ഇംഗ്ലീഷും അറിയില്ല, നമുക്ക് അവരുടെ ഭാഷ അറിയില്ല. ഫുൾ ആംഗ്യ ഭാഷയും ഒരു ഊഹിക്കലും തലയാട്ടി കളിക്കലുമാണ്. പക്ഷെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നുണ്ട്. അപ്പം നമ്മുടെ അലിഷേർ മച്ചാൻ വിട്ടു. നമ്മൾ പള്ളി നിസ്കരിക്കാൻ പോവാണ്. പുള്ളി ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി നൈസായിരുന്നു. നമ്മളൊരു ഹോട്ടലിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടലല്ല, ചെറിയൊരു ബേക്കറി സെറ്റപ്പ്. ഇതിൻ്റെ അകത്ത് സോസേജ്, ഇതിൻ്റെ അകത്ത് പൊട്ടാറ്റോ ആണ്. ഇത് ജസ്റ്റ് പൊരിയാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിതെടുത്ത് ബീഫ് സമോസ. ഇതിന് 8,000 സോമ. ബീഫ് സമോസ റിവ്യൂ. എന്തൊക്കെയോ മസാല ഉണ്ട്. ഓക്കെ. ഇത് ചൂടില്ല. ചിക്കനോ ബീഫോ? ബീഫ്. ചിക്കൻ ഭയങ്കര ഉപ്പ്. ഇതിന് ചെറിയൊരു ഉപ്പ് ഫ്ലേവർ ഉണ്ട് കേട്ടോ. അതന്നെ ഇവിടെ മീൻ മസാല ഒരു ഉപ്പ് ഫ്ലേവറാണ്. ഗൈസ്, നമ്മൾ രജിസ്ഥാൻ സ്ക്വയറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മൊത്തം കല്യാണ പെണ്ണുങ്ങളാണ്. കല്യാണ ടീംസ് ഫോട്ടോഷൂട്ട് എടുക്കുന്ന സ്ഥലം ഇത്. ഇതാണ് ഗൈസ് രജിസ്ഥാൻ സ്ക്വയർ. ഒരു മുഗൾ ആർക്കിടെക്ചർ ഇതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് വന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഏറെക്കുറെ ഒരുപോലെ ഉണ്ട്. നമ്മൾ അടുത്ത ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ആർക്കിടെക്ചറൊക്കെ കാണാൻ ഏറെക്കുറെ എല്ലാം ഒരുപോലെ ഉണ്ട്. ഇത് അത്യാവശ്യം പാക്കണ്ട് തോന്നുന്നു. കാരണം പൊളിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല കുറച്ച് ചരനുണ്ട് കേട്ടോ കാണാൻ. പുറത്തുനിന്ന് കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഭംഗി. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ കയറാൻ ഒരു അത്യാവശ്യം 200-300 രൂപയുടെ ഫീ ഉണ്ട് ഓരോരുത്തർക്ക് വെച്ച്. കാരണം നമ്മൾ കയറിയിട്ടൊക്കെ ഒരുപോലെ ഉണ്ടല്ലേ. നമ്മൾ 2-3 കയറി ഒക്കെ സെയിം. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൽ കയറുന്നില്ല എന്നാണ് മനസ്സ് പറയുന്നത്. അവിടെ ഒരു ടൂർ ഗൈഡ് ഉണ്ടായിരുന്നു. പുള്ളി ഇംഗ്ലീഷിലായിരുന്നു അവരുടെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ചെറുതായി എടുത്ത് കേട്ട് ഹാക്ക് ചെയ്ത് കേട്ട് അപ്പോൾ ഇതൊന്ന് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്തോ ചെരിവുണ്ടെന്നൊക്കെ. അത് ആക്ച്വലി ഇവിടെ ഭൂമി വിളിക്കുന്നു. അപ്പോൾ അതിന് ശേഷം ഇവർ റീവർക്ക് ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ ഇനിയും ഭൂമി വിളിക്കാൻ കേട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പുള്ളി പറഞ്ഞു കേട്ടോ. ഞാൻ ആ പുള്ളി പറഞ്ഞ് കേട്ടത് മാത്രമാണ് പറയുന്നത്. ഇത് ആക്ച്വലി ഒരുപാട് ചരിത്രമുണ്ട്. ഞങ്ങൾക്കൊന്നും അറിയാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ ഹിസ്റ്ററി സ്റ്റുഡൻസൊക്കെ ആയിരുന്നു. പക്ഷേ എന്തെങ്കിലുമൊക്കെ പഠിച്ചൊക്കെ മറന്നുപോയി. ഈ മുഗളുമായിട്ട് നല്ല റിലേറ്റഡ് ആണ്. മുഗൾ ഫാമിലിയായിട്ട് അവരുടെ ഒപ്പാപ്പാണ് ആമിർ തിമൂർ. നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന മുഗൾ എംപയർ സ്റ്റാർട്ട് ചെയ്ത ആളുടെ ഒപ്പാപ്പാണ്. ബാബറുടെ ഉപ്പാപ്പയാണ് ആമിർ തിമൂർ. അപ്പോൾ ഒരുപാട് ചരിത്രമുണ്ട്. ഇതൊക്കെ ഇനി ഗൂഗിളിൽ പോയിരുന്ന് പഠിക്കണം. സോ ഈ പള്ളി, ഈ ബാക്കിലുള്ളത് എന്തായിരുന്നു? ആമിർ തിമൂറിൻ്റെ ഫേവറേറ്റ് വൈഫിൻ്റെ ഖബർ ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ബീബി എന്തായിരുന്നു പേര്? ബീബി കനീം മോസ്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതും നമ്മൾ അവിടെ നിന്ന് ആരോ പറയുന്നത് കേട്ട് പറഞ്ഞവരാണ്. ഓക്കെ. ഇത് പിന്നെ തഷ്കന്തിലുണ്ടായിരുന്ന ചോർസു ബസാർ പോലത്തെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ബസാറാണ്. ഈ പള്ളിയുടെ നേരെ പുറത്ത് തന്നെയാണ്. അപ്പോൾ ഇതിലൊന്ന് കയറി നോക്കാം. എന്താ സിയോ ബസാർ. അപ്പോൾ ഗൈസ്, ഇവിടെയുള്ള തൊപ്പികളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഒരിക്കലും തൊപ്പിയിടാത്ത ഞാൻ വീണ്ടും ഒരു തൊപ്പി വാങ്ങിച്ചു. ഇത് 15,000 സോൺ. അപ്പോൾ രണ്ടാമത് തൊപ്പി. അപ്പോൾ തൊപ്പി ഇനി കേട്ടോ. ഇവിടെ വന്ന് നമ്മൾ കുറേ സുന്നത്തെടുക്കുന്നുണ്ട്. തൊപ്പി, മുസല്ല, ദിക്റിലിന മാല, എന്തൊക്കെ വാങ്ങിക്കുന്നത്. ഇപ്പോൾ തൊപ്പിയൊക്കെ ഇട്ട് പള്ളിയിൽ പോയി വരുന്ന ലുക്കിലാണ് രണ്ടുപേരും. മാഷാ അല്ലാ, വീട്ടുകാർക്കൊക്കെ സന്തോഷമായി കാണും.
എനിക്ക് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറേ ആൾക്കാർ ഇതാടുന്നത്. പിന്നെ അതാണ് ഏറ്റവും ക്ലാസിക്. പിന്നെ ഇതും. അപ്പോൾ രണ്ടും വാങ്ങിക്കാൻ കരുതി. പിന്നെ ഇവിടെ ഉള്ള മുട്ടായും കാര്യങ്ങളൊക്കെ എനിക്ക് അതുപോലത്തേനോട് വലിയ താല്പര്യമില്ല. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചാൽ അത് ഇവിടുന്ന് ഒരു തവണ ചിലപ്പോൾ റീലെടുക്കാനായിട്ടിട്ടായിരിക്കും, പിന്നെ അത് ഇട്ടെന്ന് വരില്ല. അത് പിന്നെ വെറുതെ ആ വേസ്റ്റ് ആയി പോകും. പക്ഷെ തൊപ്പി നമുക്ക് ഇനിയും നാട്ടിൽ കൊണ്ടായാലും എന്തെങ്കിലും റിലീജിയസ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ പിന്നെ ആർക്കും കൊടുക്കുകയും ചെയ്യാം. സോ തൊപ്പി ഈസ് റിയലി വർത്ത് ഇറ്റ്. 15,000 സോം, മറ്റേത് 30,000. ഇവിടെ ചോക്ലേറ്റ് ടെസ്റ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊള്ളാവോ? താങ്ക് യു. കഴിച്ചു നോക്കാം. മിൽക്കാടാ, മിൽക്ക് ചോക്ലേറ്റാ. 5,000 സോം. ഇതിലേതാ? ഇതെടുത്താലോ? ചോക്ലേറ്റ് വേണ്ട. താങ്ക് യു. ഞങ്ങളല്ലേ താങ്ക്സ് പറയുന്നത്. ഈ പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് ആരുടെ നോ പറയാൻ പറ്റില്ല. അത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ആ ചേച്ചി എനിക്ക് ഇത് 3-4 സാമ്പിൾ കൊടുത്ത്, അപ്പോൾ സാമ്പിൾ 2-3 കഷ്ണം സാമ്പിളൊക്കെ കൊടുത്തപ്പം പുള്ളിക്കൊരിത് എന്ത് അഥവാ ഇനി വാങ്ങിയില്ലെങ്കിൽ എന്ത് വിചാരിക്കും. അല്ലടാ 2-3 എടുത്ത് എന്തായാലും ഒന്നും എടുക്കണ്ട. കണ്ടോ, ഞാൻ നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ആണെന്ന് വെച്ചപ്പം നോ എന്ന് പറയാൻ അറിയില്ല. യെസ്, അങ്ങനെ അങ്ങനെ റിവ്യൂ എന്താണ് എന്തായാലും ഇങ്ങനെ നോ പറയാൻ അറിയാണ്ടാണ് ഇന്നലെ ഞാനൊക്കെ തഷ്കന്തിൽ നിന്ന് കുറേ ഗെയിം കളിച്ചതും അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ചിലവ് കുറേ കൂടിക്കിന്. അറ്റ്ലീസ്റ്റ് മുത്തു നോ താങ്ക് യു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇവനൊക്കെ കെട്ടുന്ന പെണ്ണിൻ്റെ ഒരു അവസ്ഥ. ഓള് ഹാപ്പി ആയിരിക്കും, കാരണം നോ അറിയില്ലല്ലോ, ഒക്കെ യെസ് ആയിരിക്കും. കണ്ടോ? ഓക്കെ, ജീവിച്ച് പോട്ടറാ. ഓക്കെ, കറക്റ്റ് ഇവിടെ ഉള്ള ഓരോ സ്ഥലങ്ങളുണ്ടും നമ്മൾ അലാദീനില്ലേ, അലാദീൻ സിനിമയുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെ ഉണ്ട്. ഫുള്ള് പള്ളികളും അതുപോലത്തെ തൊപ്പി. കണ്ടോ അലാദീൻ്റെ തൊപ്പി, മൊത്തം ഒരു അലാദീൻ വൈബാണ്. ഡിക്റ്റേറ്റർ അലാദീൻ അല്ല, അലാദീൻ ആൻഡ് ദ മാജിക് ലാമ്പോ ആ സാധനം. ഡിക്റ്റേറ്റർ അലാദീൻ സാധനം മാറിയ. എവിടെ നോക്കിയാലും ഇന്ത്യൻ്റെ കൊടിയൊക്കെ കാണാം കേട്ടോ. ഇന്ത്യക്കാർക്ക് നല്ല റെസ്പെക്റ്റ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്കെന്താ സ്ഥലം കാണുന്നതിന് കൂടെ തന്നെ ആ ഒരു വൈബ് എൻജോയ് ചെയ്യാം, ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യലും സംസാരിക്കലൊക്കെ. സുഖമായി നമ്മളിപ്പോൾ വീണ്ടും ഡിസ്റ്റൻസ് സ്ക്വയറിലേക്ക് വന്നിരിക്കുകയാണ്. ബാക്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ നമ്മളെ റൂമിൻ്റെ പുള്ളി പറഞ്ഞിരുന്നത്, ഉപ്പാപ്പ പറഞ്ഞിരുന്നത് ഏകദേശം ഒരു 8:30 ടൈമിലൂടെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഒരു 6 മണി 6:30 ടൈം ആയപ്പോഴേക്കിന് ഒരു ലൈറ്റും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഷോ പോലത്തെ പരിപാടിയൊന്നും ഞാൻ കാണുന്നില്ല. ഇങ്ങനെ ആലോചിക്കുക, ഇതിപ്പോൾ ഡെയിലി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവും എന്നുള്ളത്. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, കാരണം കുറേ ആൾക്കാരുണ്ട്. ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഉണ്ടാവാൻ മതി. ഏതായാലും നല്ല തണുപ്പുണ്ട്. ഫോണിലും ക്യാമറയിലൊക്കെ ചാർജ് ചെയ്യാനായി. അരമണിക്കൂറും കൂടിയുള്ളൂ സംഭവം. പക്ഷേ നിൽക്കില്ല എന്നുള്ളത് ഡൗട്ടാണ്, കാരണം നല്ല തണുപ്പുണ്ട്, തണുക്കുന്നു. ഇവിടുന്ന് പോകാനിരിക്കുമ്പം ഒരു പുള്ളിയെ കിട്ടി, പരിചയപ്പെട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അതുകൊണ്ട് പോയില്ല. പറഞ്ഞതുപോലെ ഇവിടെ മറ്റേ ലൈറ്റ് ഷോ പരിപാടിയൊക്കെ ഉണ്ട്, അത് തുടങ്ങിയിട്ടുണ്ട്, അത് കാണാം. ഇതാണ് ലൈറ്റ് ഷോയുടെ രംഗങ്ങൾ. ഇതേ സെയിം സാധനം ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ്. കുറേ നേരം ഇരുന്ന് കാണാനുള്ള സംഭവമൊന്നുമില്ല, കാരണം ബേസിക്കലി ലൈറ്റ് ഇങ്ങനെ മാറി കളിക്കുന്നു, പാട്ട് പാടുന്നു, അത്രേ ഉള്ളൂ. ലൈവ് പെർഫോമൻസ് ഒന്നും അല്ലല്ലോ. ഫോണിലും ക്യാമറയിലൊക്കെ ചാർജ് ചെയ്യാനായി. അപ്പം ഇനി ഏതായാലും നമുക്ക് നമ്മുടെ റൂമിൽ പോവാം. പിന്നെ നമുക്ക് ബാക്കി സ്ഥലങ്ങൾ ഇനിയിപ്പോൾ അധികം ഒന്നും കാണാനില്ല എന്നുണ്ട്. ഏറെക്കുറെ എല്ലാം ഒരേപോലത്തെ ആർക്കിടെക്ചറുകളാണ്. അപ്പം നാളെ എന്തായിരിക്കും എന്നുള്ളത് നാളെ രാവിലെ ആയിട്ട് അറിയാം. ഹേ എവ്രി വൺ, Day 2 ഇൻ സമർക്കന്ദ്. ഇന്ന് രാത്രി 9 മണിക്ക് നമ്മൾ ബുക്കാറേക്ക് പോകും, മറ്റേ അഫ്രോസിയം ട്രെയിനിൽ. സോ വേറെ കുറേ സ്ഥലങ്ങളൊക്കെ ഇന്നലെ തന്നെ കണ്ടു കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ മന്തി കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ട് ആരും പേടിക്കണ്ട. നമസ്തേ. ഓക്കെ, എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ട് പേടിക്കണ്ട. കനാലോ? ഓക്കെ. വീഡിയോ യൂട്യൂബ്. SJR. ഓക്കെ. പിള്ളേരുടെ കയ്യിലൊക്കെ ഫോണുണ്ട്. എനിവേ ഔട്ട്ഫിറ്റ് നമ്മൾ കക്കാൻ പോവുകയല്ല. അല്ല, ഞാൻ മാത്രമല്ല ഈ ഔട്ട്ഫിറ്റിൽ, ഫുള്ളി ഡീസൻ്റ് ഔട്ട്ഫിറ്റിലാണ്. ഞാൻ എൻ്റെ ചുണ്ടൊക്കെ പൊട്ടുന്നു, സ്കിന്ന് മൊത്തം പൊട്ടുന്നു. ഇവിടുത്തെ വെതർ ഇത് എനിക്ക് പെട്ടെന്ന് സ്കിന്നിന് അലർജി വരും. അതുകൊണ്ടാണ് ഞാൻ ബോഡി മൊത്തം കവർ ചെയ്ത് വെച്ച്.
എനിവേ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മൾ മന്തി കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ മന്തി ഫേമസ് ആണ്. നമ്മൾ മന്തി എന്താന്ന് ഉസ്ബെക്ക് മന്തി എന്ന് ഗൂഗിൾ അടിച്ചപ്പം വന്നത് മറ്റേ മോമോസ് ഡംപ്ലിങ് പോലത്തെ സാധനമാണ്. ഇപ്പോൾ റൈസല്ല, നമ്മൾ വീണ്ടും പറ്റിക്കപ്പെട്ടു. ഇവിടെ മന്തി എന്ന് പറഞ്ഞാൽ റൈസ് മന്തി അല്ല നാട്ടിലുള്ള മാതിരി. അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്യാണ്. എനിക്ക് മോമോസ് വലിയ താല്പര്യമില്ല. നമ്മൾ വേറെ എന്തെങ്കിലും പോയി ട്രൈ ചെയ്യട്ടെ എന്നുള്ള മൈൻഡിലാണ് ഇപ്പോൾ. ഇതിലും വലിയ കോമഡി ഇന്നലെ രാത്രിയായിരുന്നു. നമ്മൾ ഇന്നലെ കബാബിൻ്റെ ഒരു ഷോപ്പിൽ പോയി. നമ്മൾ പോകുന്ന ടൈമിൽ പേഴ്സിൽ നിറച്ചും പൈസ ഉണ്ടല്ലോ, ഒരു കെട്ട് പൈസ ഉണ്ട്. നമ്മൾ പൈസ ഒക്കെ എടുത്ത് പോയി അവിടെ എത്തി കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് കഴിച്ച്. അപ്പോൾ ക്യാമറ എടുത്തില്ല, കാരണം ക്യാമറ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ പീസ്ഫുള്ളായി പോയി ഫുഡ് കഴിക്കായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നോക്കുമ്പോൾ 1,82,000 സോമായി. നമ്മളെ കയ്യിലുള്ള എല്ലാ പൈസയും പെറുക്കി കൂട്ടിയിട്ടും 1,76,000 ആകുന്നേ ഉള്ളൂ. നമ്മൾ കാർഡൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ കാർഡൊന്നും അക്സെപ്റ്റ് ആകുന്നില്ല ഹോട്ടലിൻ്റെ അകത്ത്. അങ്ങനെ ലാസ്റ്റ് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, നമുക്ക് ഉസ്ബെക്കും അറിയില്ല. എങ്ങനെയൊക്കെ നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ടും ഒന്നും മുന്നോട്ട് പ്രൊസീഡ് ആകുന്നില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റ് അവർ പറഞ്ഞ് ഫുഡ് പൈസ വേണമല്ല, 5,000 സോമ കേട്ടോ ബാക്കി കൊടുക്കാനുള്ളത്. അപ്പോൾ അവർ പൈസ വേണമല്ല എന്ന് പറഞ്ഞു. 5,000 സോമ എന്ന് പറഞ്ഞാൽ ഏകദേശം 45-50 രൂപയേ ഉള്ളൂ. പക്ഷെ എന്നാലും അവർ വേണ്ട. നമ്മളൊരു കുപ്പി വെള്ളവും കയ്യിൽ എടുത്തിരുന്നു. നമ്മൾ തിരിച്ചെടുത്തപ്പോൾ അവർ വേണ്ട, വെച്ചോളാൻ പറഞ്ഞു അവരുടെ ഭാഗത്തുനിന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആക്കി. പിന്നെ പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ പൈസ എന്തായാലും കൊടുക്കണല്ലോ. അപ്പോൾ അടുത്തുള്ള ഒരു ATM പോയി പൈസ വിഡ്രോ ചെയ്ത് പിന്നെ നമ്മൾ കൊണ്ടുപോയി കൊടുത്ത്. അപ്പോൾ പിന്നെ അവർ വേണ്ട പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർ വാങ്ങി. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്, ഒരുപാട് കെട്ട് പൈസ കയ്യിലുണ്ടെന്ന് കരുതി അത് മതിയാവുമെന്ന് കരുതരുത്. പൈസൻ്റെ കൗണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളെ കുറേ ഉണ്ടായിരുന്നു നോട്ടുകൾ, നമ്മൾ കരുതി ഇത് മതിയാവുന്നു. പക്ഷെ നമ്മളുണ്ടായിരുന്ന മൊത്തം 10,000-ൻ്റെയും 1,000-ൻ്റെയും 2,000-ൻ്റെയും നോട്ടുകളാണ്. അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ പൈസ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. സോ ഗൈസ്, നമ്മൾ എത്തിപ്പെട്ടത് ഒരു ഷാർമ കടയിലാണ്. മെനു മൊത്തം റഷ്യനിലാണ്. നമ്മൾ ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്താൽ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. നമ്മൾ നമ്മുടെ നാട്ടിലെ റൊമാലി റൊട്ടിൻ്റെ ഷവർമ ഇവിടെ മീറ്റ്, ഇവിടെ മീറ്റ് മാത്രമേ ഉള്ളൂ, ചിക്കനില്ല. അപ്പോൾ റൊമാലി റൊട്ടിയിലുള്ളത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അതിന് 2 എടുത്തിട്ടുണ്ട്. ഒരു അവിടത്തേക്ക് പോലത്തെ ഉണ്ടോ, പോയിട്ടൊക്കെ പോലത്തെ ഒരു ഷവർമ കഴിച്ച് പുറത്തൊക്കെ ഇറങ്ങി. ഷവർമ വാസ് ഓവറോൾ ഗുഡ്. ഗൾഫിലൊക്കെ ഉണ്ടാകുന്ന ഷവർമ, മീറ്റിന് ആ ഫ്ലേവറൊക്കെ കുറഞ്ഞ രീതിയിലുള്ള ഇറ്റ് വാസ് ഫൈൻ. ഇനി നമ്മളടുത്തത് ഇവിടെയുള്ളൊരു മോളിലൊക്കെ പോവുകയാണ്. നമ്മൾ ഫാമിലി പാർക്ക് എന്ന് പറയുന്ന സമർക്കന്ദിലത്തെ മോളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മോളിൻ്റെ അകത്ത് ഒരു കടയിൽ കയറിയാണ്. ഷൂ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1.25 മണിക്കൂറായി ഷൂ സെലക്ട് ചെയ്യുന്നത്. ലക്ഷങ്ങളാണ് എടുക്കുന്നത്. ഞാൻ പേഴ്സണലി ചൂസ് ചെയ്യും ഈ ഷൂ ആട്ടോ. 3,50 ഓക്കെ. ഇതിന് ചെറിയൊരു കറയുണ്ട്, ബാക്കിയെല്ലാം വീഡിയോയിൽ കാണുന്നില്ല. ചെറിയൊരു കറ. ചെങ്ങായിനെ കൊണ്ട് ഷൂ വാങ്ങാൻ അറിയിപ്പിച്ച് ഞാൻ കറൊക്കെ ഉള്ള ഫാനായപ്പോൾ പിന്നെ എന്നാൽ ഇതെടുക്കണോ? അത് വാങ്ങിയിട്ട് അത് പിന്നെയും കറയാലോ. ഇത് നോക്ക്, ഇങ്ങോട്ടോ ടെക്സ്ചർ നോക്ക്, ഇത് നോക്ക്. I like this texture better. I don't like this. I like this. അങ്ങനെ ഫൈനലി പുള്ളി ഈ വൈറ്റിന് എടുക്കാൻ തീരുമാനിച്ച് അതിനുള്ള കറ ഒരുതി പോക്കാം എന്നുള്ള തീരുമാനത്തിൽ. സോ എനിക്ക് കാർഡ് ട്രൈ ചെയ്തേക്കാം. പുള്ളിക്കാരി നമ്മളെ കാർഡും ഷൂ എടുത്ത് മുമ്പ് നടക്കുന്നുണ്ട്. നമ്മളെ മാത്രം വിട്ടാൽ തിരിച്ചു വന്നില്ലെങ്കിലും അതുകൊണ്ട് അവരും നമ്മുടെ കൂടെ വരും. അവിടുന്ന് ക്യാഷ് വലിച്ചിട്ട് ഇവർ വാങ്ങിയിട്ട് ഇവർ തിരിച്ച് കയറിക്കോളും. നല്ല ബുദ്ധി കൊള്ളാം. അപ്പോൾ കസ്റ്റമർ പോയി പോകില്ലല്ലോ. ഗുഡ് ടെക്നിക്. നമ്മൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആൾ ശരിക്കും ഷൂ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ്. പക്ഷേ ഇത്രയും അവിടെ നിന്ന് വെറുപ്പിച്ച സ്ഥിതിക്ക് എങ്ങനെ വാങ്ങാണ്ട് പോകും ഇന്നലെ പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് വാങ്ങാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഇപ്പോഴുള്ള പ്രാർത്ഥന എന്താ വെച്ചാൽ കാർഡ് ഡിക്ലൈൻ ആവണമെന്ന്. അങ്ങനെ കാർഡ് ഇട്ടിട്ടുണ്ട്. കാർഡ് ഡിക്ലൈൻ ആവുന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഡിക്ലൈൻ ആവാൻ സാധ്യതയില്ല. ആളെ എത്ര ലക്ഷം? 3.5 ലക്ഷം സോം. 3.5 ലക്ഷം സോമിൻ്റെ ഷൂ ആണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം 2,200-2,300 രൂപയുടെ അടുത്ത് വില വരും. അപ്പോൾ കിട്ടില്ല നോക്കാം. അങ്ങനെ ഗൈസ്, ആളുടെ പ്രാർത്ഥന പോലെ തന്നെ കാർഡ് ഡിക്ലൈൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ കയ്യിൽ പൈസ ഉണ്ട്, അത് വരെ പറഞ്ഞിട്ടില്ല. കയ്യിലെടുത്ത് കൊടുക്കുകയാണോ? ഇന്ത്യൻ ഓൾ നമ്മളെ കൊണ്ടേ പോകും. ഒന്നാണെങ്കിൽ നമ്മളെ കൊണ്ടേ പോകുന്നേ ഉള്ളൂ. ഇവരാണെങ്കിൽ വാങ്ങൂലാന്ന്. പക്ഷെ വാങ്ങൂല പറയാൻ പറ്റൂല. ഹൗ ടു സേ നോ മുത്ത്, അതാണ് അവരുടെ പ്രശ്നം. ഇപ്പോൾ എന്തിനാ അവിടെ ഇപ്പോൾ പൈസ ഐ ഹാവ് ക്യാഷ്, ഐ നീഡ് കാർഡ്. 1 2 3 അങ്ങനെ അത് ഒഴിവാക്കാൻ പറ്റില്ല. എടാ അല്ലെങ്കിൽ എനിക്ക് വേണം, എല്ലാം ഞാൻ പെട്ടു നോക്കും. മോളിൽ എക്സ്പ്ലോർ ചെയ്ത് അവസാനം ഷൂ വാങ്ങിച്ച് പിന്നെ നമ്മളൊരു കടയിൽ കയറി ചുങ്കം വാങ്ങിച്ച്, ലിപ് ബാം വാങ്ങിച്ച്,
അത് പുരട്ടി പുറത്തേക്ക് വീണ്ടും സ്ട്രീറ്റിൽ കൂടി നടക്കാൻ ഇറങ്ങിയാണ്. ഇനി ചുമ്മാ സ്ട്രീറ്റിൽ കൂടി നടക്കുക, എന്നിട്ട് ഒരു 6-7 മണി ആകുമ്പോഴേക്കും റൂമിൽ പോയിട്ട് സാധനമൊക്കെ എടുത്ത് ബുഖാറയ്ക്കുള്ള വണ്ടി കയറുക അഫ്രോസിയബ് ട്രെയിനിൽ. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അധികമൊന്നും ഇനി കാണിക്കാനില്ല. സോ സ്ട്രീറ്റിൽ നിന്നുകൊണ്ടിരിക്കുമ്പം ഷൂ വൃത്തിയാക്കുന്നൊരു കടയെ കണ്ടു. പുള്ളിൻ്റെ ഷൂവിൽ ആ ചെറിയൊരു കറയിലായിരുന്നു. അപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടി കയറിയതാണ്. ആ ഷൂ ഒക്കെ വെട്ടി മുറിക്കാൻ പോകുന്നുണ്ട്. കമ്മോൺ ഒന്നും കൂടി പോകുമോ? ആദ്യം ആൾ കുറച്ച് തുപ്പൽ കൂട്ടിങ്ങനെ ഒന്ന് തൊട്ട് നോക്കി. ഇനി അതിന് ഞാൻ പൈസ കൊടുക്കേണ്ടി വരുമോ? അതാ തുപ്പൽ കൂട്ടിയതിന് ഏതായാലും നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് പൈസ ആദ്യം ചോദിക്കാൻ. ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തം. നമ്മളില്ലേ ഷൂ വാങ്ങിയതിനെക്കാട്ടി കൂടുതൽ ചോദിക്കാനൊന്നും മതി. സത്യം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട്. വൃത്തിയാവോ ഇല്ലെന്ന് പറഞ്ഞു. ഓ അത് വൃത്തിയാവില്ലാന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോയി കൈസ് 3,50,000 കൊടുത്ത് ഞാൻ വാങ്ങിയതാ. ഷൂ വൃത്തിയാക്കുന്ന ആൾക്ക് പോലും വൃത്തിയാക്കാൻ പറ്റില്ല. പോയി 3,50,000 പോയി. ആ കറമ്പ് പോയി. എടാ സംഭവം എന്താ അറിയാം, ഇതറിയില്ല. ഞങ്ങൾക്കറിയില്ല. പിന്നെ അയാൾ പണി ഇന്നലെ തുടങ്ങിയല്ലേ. എടാ ഇയാള് പോലീസിന്റെ ടീം പെട്ടതല്ല. ഇവിടെ എന്തെങ്കിലും പോലീസിന്റെ സ്ഥലം കണ്ടിരുന്നു? എന്തെങ്കിലും പോലീസിന്റെ സ്ഥലം കണ്ടോ? ഇല്ല. അയാൾക്ക് ഈ തുന്നൽ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് അയാളെ പണി അറിയില്ല എന്നാണ് ഇയാൾ പറയുന്നത്. കാര്യമായിട്ടും അയാളെ എക്യുപ്മെന്റ്സ് നോക്ക്. ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ നമ്മൾ തെറ്റായ കടയിലൊക്കെ കയറിയത്. സോ ഗൈസ്, നമ്മൾ ബുഖാറയ്ക്കുള്ള അഫ്രോസിയബ് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതോടെ സമർക്കന്ത് എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇനി ബുഖാറയും കൂടി ഉണ്ടാവും. പിന്നെ ബുഖാറ നമ്മൾ തഷ്കന്തിൽ തിരിച്ചു പോകും. അതിനുശേഷം കസാഖ്സ്ഥാനിലേക്ക് പോവുകയാണ്, അൽമാട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൊടുത്താൽ അടുത്ത നല്ല വീഡിയോയും കാണാം. അതായിരിക്കും ഗുഡ് ബൈ. ഗുഡ് ബൈ.